യൂദിത്ത് ആമുഖം. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും വൻ ശക്തികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജെറുസലേമിൻ്റെ സുരക്ഷിതത്വവും രാജ്യത്തിൻ്റെ തന്നെ അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ശക്തി കൊണ്ട് ചെറുത്തുനിൽക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന അവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. തീർത്തും അപ്രതീക്ഷിതമായ വിധത്തിലാണ് അവർ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു യഹൂദ യുവതിയെ കർത്താവ് ഇസ്രായേലിൻ്റെ വിമോചികയായി നിയോഗിക്കുന്ന സംഭവമാണ് യൂദിത്ത് ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. അടിമത്തത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിയുമ്പോൾ അസറിയ രാജാവായ നബുക്കത് നേസറിൻ്റെ സ്ഥലകാലങ്ങൾ ചരിത്രവുമായി പൊരുത്തപ്പെടുന്നില്ല. സേനാധിപൻ ഹോളോഫർണസ് ഇസ്രായേലിനെതിരെ വന്ന ബത്തൂലിയ പട്ടണം വളഞ്ഞു. മേദിയക്കെതിരെയുള്ള യുദ്ധത്തിൽ അസറിയൻ പക്ഷത്ത് ചേരാതിരുന്നതിനാലാണ് സിറിയയെയും പലസ്തീനയെയും ആക്രമിക്കാൻ നബുക്കദ്നേസർ തീരുമാനിച്ചത്. ജെറുസലേമിലേക്കുള്ള ശത്രുവിൻ്റെ നീക്കം ചെറുത്തുനിൽക്കാൻ ബത്തുലിയക്കാർക്ക് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. ദാഹജലം ലഭിക്കാതെ ആശയറ്റ അവർ കീഴടങ്ങുന്നതിന് തീരുമാനിച്ചപ്പോൾ യൂദിത്ത് എന്ന വിധവ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. ദൈവഭക്തയായിരുന്ന അവൾ ഹോളോഫർണസിൻ്റെ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിക്കുന്നു. അവൻ്റെ തലയുമായി അവൾ ഇസ്രായേൽക്കാരുടെ അടുക്കൽ തിരിച്ചെത്തുന്നു. ഇസ്രായേലിൻ്റെ നേരെയുള്ള ദൈവപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം വസ്തുനിഷ്ഠമായ ഒരു ചരിത്രമെന്നതിനേക്കാൾ പേർഷ്യൻ കാലത്ത് BC 538-331 നടന്ന ഏതോ സംഭവത്തിൻ്റെ കഥാരൂപത്തിലുള്ള അവതരണമാണ്. സ്ഥലകാലങ്ങൾ പലയിടത്തും പൊരുത്തപ്പെടുന്നില്ല. ഈ കഥയുടെ പശ്ചാത്തലമായി നിലകൊള്ളുന്ന ചരിത്ര സംഭവമേതെന്ന് അറിവില്ല. പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ജനങ്ങൾക്ക് ഉത്തേജനം നൽകുകയെന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം. ഈ ഗ്രന്ഥം BC 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ പലസ്തീനയിൽ വെച്ച് എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഘടന 1 മുതൽ 7. ഹോളോഫർണസിൻ്റെ സൈന്യനീക്കവും ദൈവത്തിനും ദൈവജനത്തിനും എതിരായുള്ള ധിക്കാരവും. 8 മുതൽ 16. യൂദിത്തിൻ്റെ ധീരതയും ദൈവജനത്തിൻ്റെ വിജയാഘോഷങ്ങളും.